നമസ്കാരം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 42-ാം പേജിലുള്ള 1 മുതൽ 5 വരെയുള്ള വർക്കുകളുടെ ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 43-ാം പേജിലെ 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടു സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി. ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ ആർ ദ അതർ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റേഴ്സ് ത്രൂ എ. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. അതായത് ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾ പരസ്പരം മുറിച്ചു കിടക്കുന്ന സ്ഥാനങ്ങളാണ് എയും ബിയും. ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾ പരസ്പരം മുറിച്ചു കിടക്കുന്ന സ്ഥാനങ്ങളാണ് എയും ബിയും. എയിലുള്ള വ്യാസങ്ങളുടെ മറ്റേ അറ്റങ്ങളാണ് പിയും ക്യൂവും. അപ്പം എയിലൂടെയുള്ള വ്യാസങ്ങളുടെ മറ്റേ അറ്റങ്ങളാണ് പിയും ക്യൂവും. എയിലൂടെയുള്ള വ്യാസങ്ങൾ, അതായത് ഇതിലൂടെയുള്ള വ്യാസം, ഇതിലൂടെ ഈ സർക്കിളിലെ ഒരു വ്യാസമാണ് എ പി, ഈ സർക്കിളിന്റെ ഒരു വ്യാസമാണ് എ ക്യൂ. ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എ പി, വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എ ക്യൂ. തെളിയിക്കേണ്ടതാണ് പി ബി ക്യൂ എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണെന്ന് തെളിയിക്കുക. ഈ പിയും ബിയും ക്യൂവും ഈ ബിന്ദുക്കൾ ഒരു വരയിലാണെന്ന് തെളിയിക്കണം. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ പി ബി ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്: പി ക്യൂ എന്ന വര വൃത്തകേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വരയ്ക്ക് സമാന്തരമാണെന്നും പി ക്യൂവിന്റെ നീളം ആ വരയുടെ നീളത്തിന്റെ 2 മടങ്ങാണെന്നും തെളിയിക്കുക. പി ക്യൂ എന്ന വര, ഈ പി ക്യൂ എന്ന ഈ വര ഇതിന്റെ വൃത്തകേന്ദ്രങ്ങൾ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് എന്താണ് വര സമാന്തരമാണെന്നും പി ക്യൂവിന്റെ നീളം, ഈ പി ക്യൂവിന്റെ നീളം ഈ ഇതിന്റെ നീളത്തിന്റെ എന്താണ് 2 മടങ്ങാണെന്ന് തെളിയിക്കണം. നമുക്ക് ക്വസ്റ്റിന്റെ ആദ്യ ഭാഗത്തോട്ട് പോകാം. നമുക്ക് തെളിയിക്കേണ്ടത് പി ബി ക്യൂ, ഈ പിയും ബിയും ക്യൂ എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പി ബി, ബി ക്യൂ കൂടാതെ എ ബി ഇത് മൂന്നും ജോയിൻ ചെയ്യണം. ഈ പി ബിയും ബി ക്യൂവും എ ബിയും ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ പി ബി ബി ക്യൂ ആൻഡ് എ ബി. പി ബിയും ബി ക്യൂവും എ ബിയും ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആംഗിൾ പി ബി എ അല്ലെങ്കിൽ ആംഗിൾ എ ബി പി എത്ര ഡിഗ്രിയാണ്? ആംഗിൾ എ ബി പി എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? എന്താ കാരണം? ഇതൊരു സർക്കിളാണ്. ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ പി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിളിൽ വരുന്ന ഒരു ആംഗിൾ ആണ് ഈ ബി എന്ന് പറയുന്നത്. സെമി സർക്കിളിലെ ഒരു ബിന്ദുവാണ്. അപ്പം ഈ ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? സെമി സർക്കിളിലെ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്, മട്ടകോണാണ് അല്ലെ. അതുകൊണ്ട് ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ പി ബി എ സമം 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ ക്യൂ ബി എ എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അത് 90 ഡിഗ്രിയാണ് അല്ലെ. എന്താ കാരണം? ഇതൊരു സർക്കിളാണ്. ഈ എ ക്യൂ എന്ന് പറയുന്ന സർക്കിൾ ഡയമീറ്റർ ആണ്. അപ്പൊ ഇതൊരു സെമി സർക്കിളാണ്. ഈ ബി എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിലെ ഒരു ബിന്ദുവാണ്. അപ്പം ഈ എ ബി ക്യൂ എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൽ വരുന്നൊരു ആംഗിൾ ആണ് അല്ലെ. അപ്പൊ അർത്ഥവൃത്തത്തിലെ കോൺ എന്ന് പറയുന്നത് മട്ടകോണാണ്. അപ്പം ഈ ആംഗിളും ഈ ക്യൂ ബി എ എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ പി ബി എ സമം ആംഗിൾ ക്യൂ ബി എ സമം 90 ഡിഗ്രി. അപ്പം ഈ ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലെ. പി ബി എന്ന് പറയുന്ന ആംഗിളും ക്യൂ ബി എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. നമുക്ക് ഈ ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ ക്യൂ ബി എ സമം തരും 90 പ്ലസ് 90 സമം 180 ഡിഗ്രി. അപ്പം ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പം ഈ രണ്ട് ആംഗിളിലെ സം 180 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടെന്താണ്, ലീനിയർ പെയർ ആണ്. ഈ രണ്ട് ആംഗിൾ ലീനിയർ പെയർ ആണ്. അപ്പം പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈനാണ് എന്ന് പറയുന്നതിനർത്ഥം പി ബി ക്യൂ, ഈ പിയും ബിയും ക്യൂവും ഇതാണ് ഈ ഒരേ ലൈനിലാണ്. പി ബി എ ആൻഡ് ക്യൂ ബി എ ആർ ലീനിയർ പെയർസ്. പി ബി എ ആൻഡ് ക്യൂ ബി എ ആർ ലീനിയർ പെയർസ്. അപ്പം ഇത് രണ്ടും ലീനിയർ പെയർ ആണ് എങ്കിൽ പി ക്യൂ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ട് പി ക്യൂ എന്ന് പറയുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദാറ്റ് ഈസ് പി ബി ക്യൂ ആർ ഇൻ ദ സെയിം ലൈൻ. അതുകൊണ്ട് പിയും ബിയും ക്യൂവും ഒരു സെയിം ലൈനിലാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്:
Prove that PQ is parallel to the line joining the centers of the circles and is twice as long as this line. അതായത് PQ എന്ന ലൈൻ എന്താണ്, ഈ രണ്ട് സർക്കിളിന്റെയും സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന് പാരലാണെന്നും ഈ സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന്റെ ഇരട്ടിയാണ് എന്നും പ്രൂവ് ചെയ്യണം. പറയാം. രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PQ എന്ന ലൈൻ ഈ സർക്കിളുകളുടെ സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന് പാരലാണെന്നും ഈ ലൈനിന്റെ ഇരട്ടിയാണ് PQ എന്നും തെളിയിക്കണം. അത് ഞാനിവിടെ ഈ സെന്ററുകൾ ജോയിൻ ചെയ്തു. അതിന് MN എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സെന്റർ M, ഇതിന്റെ സെന്റർ NM, MN എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺസിഡർ ട്രയാങ്കിൾ APQ. APQ എന്ന ട്രയാങ്കിൾ M is the midpoint of AP and N is the midpoint of AQ. M എന്ന് പറയുന്നത് APയുടെ മിഡ് പോയിന്റും N എന്ന് പറയുന്നത് AQന്റെ മിഡ് പോയിന്റുമാണ്. അപ്പം ജോയിൻ MN ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ വശത്തിന് പാരലാണ്, മാത്രവുമല്ല മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റുകൾ, ഇത് രണ്ട് മിഡ് പോയിന്റ് ആണല്ലോ. ഈ സർക്കിളിന്റെ സെന്ററാണ് M, ഈ സർക്കിളിന്റെ സെന്ററാണ് N. ഇപ്പൊ എമ്മും N ഈ രണ്ട് ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. പഠിച്ചതാണ് ഒരു സർക്കിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ വശത്തിന് പാരലാണ്, മാത്രവുമല്ല മൂന്നാമത്തെ വശത്തിന് നീളത്തിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? MN therefore MN is parallel to PQ and MN is half of PQ. അതായത് the line joining the midpoint of two sides of a triangle is parallel to the third side and half of it. Therefore MN and PQ are, അതായത് അതുകൊണ്ട് MN ഉം PQ ഉം പാരലാണ്, മാത്രമല്ല ഈ PQ എന്ന് പറയുന്നത് MN ന്റെ ഇരട്ടിയാണ്. ഇതിന്റെ പകുതിയാണ് MN, അതായത് MN ന്റെ ഇരട്ടിയാണ് PQ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നതിലേക്കാണ്. അതായത് ABC എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ ABയും ACയും തുല്യമാണ്. നമുക്ക് തെളിയിക്കേണ്ടതാണ് AB ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു, AC ഡയമീറ്റർ ആയിക്കൊണ്ട് വേറെ സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ ഈ രണ്ട് സർക്കിളും കൂട്ടുമുട്ടുന്നത് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ മിഡ് പോയിന്റ് ആണ്, മൂന്നാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റ് ആണ് കൂട്ടുമുട്ടുന്നത് തെളിയിക്കണം. ഈ മിഡ് പോയിന്റ് ഞാൻ P എന്ന് കൊടുക്കുന്നു, മിഡ് പോയിന്റ് ഞാൻ P എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ എയും പിയും കൂടെ ജോയിൻ ചെയ്യാണ്. ഞാനിവിടെ AP ജോയിൻ ചെയ്തു. എന്നെ പറഞ്ഞേ ആംഗിൾ BPA എത്ര ഡിഗ്രിയാണ്? ആംഗിൾ BPA എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? കാരണം എന്താണ്? AB എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ആണ്, സർക്കിൾ ഡയമീറ്റർ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് സെമി സർക്കിളാണ്. ആ സെമി സർക്കിളിലെ ആംഗിൾ ആണ് ആംഗിൾ BPA എന്ന് പറയുന്നത്. ആംഗിൾ BPA എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ CPA എത്ര ഡിഗ്രിയാണ്? ഇത് എത്ര ഡിഗ്രിയാണ്? ഇതും 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇവിടെയും ഇത് ഡയമീറ്റർ ആണ്, ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ ആംഗിൾ BPA സമം ആംഗിൾ CPA സമം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. കാരണം എന്താണ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അർത്ഥവൃത്തത്തിലെ കോണുകൾ എന്ന് പറയുന്നത് മട്ടകോണ്. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പം BPAയും എന്താണ് CPA 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം therefore AP perpendicular to BC. അപ്പൊ APയും BCയും പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ തുല്യ വശങ്ങൾ ചേരുന്ന ഈ മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെ തുല്യമായിട്ട് ഭാഗിക്കും.
അതായത് ദ പെർപെൻഡിക്കുലർ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ് ട്രയാംഗിൾ. ഇപ്പൊ ഒരു ഐസോസ് ട്രയാംഗിളിന്റെ രണ്ട് തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ട്സ് ദാറ്റ് സൈഡ്. ആ മൂന്നാമത്തെ വശത്തിനെ ബൈസെക്ട് ചെയ്യുന്നു. അതായത് എന്ത് മനസ്സിലാക്കുമ്പോൾ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. Therefore, P is the midpoint of BC. Therefore, P is the midpoint of. ഇപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഈ തുല്യവശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ എന്താണ് അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നത്. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അടുത്ത നമ്മള് 43-ാം പേജിലെ 8ാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ആൾ 4 സർക്കിൾസ് ഡ്രാൺ വിത്ത് ദ സൈഡ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് ചോദ്യം ഇതാണ്: ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നുപോകും. എ ബി സി ഡി എന്നുള്ള സമഭുജ സാമാന്തരികമാണ്. ഈ സമഭുജ സാമാന്തരികത്തിന്റെ എന്താണ് 4 വശങ്ങളും എ ബി എന്ന വശം, ബി സി എന്ന വശം, സി ഡി എന്ന വശം, എ ഡി എന്ന വശം, ഈ 4 വശങ്ങളും എന്താണ് വ്യാസങ്ങളായിട്ട് ഡയമീറ്റർ ആയിക്കൊണ്ട് ഈ 4 സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിൾസ് എല്ലാം എന്താണ് ഒരു പൊതുവായ ബിന്ദുവിടെ കടന്നു പോകും. അതായത് ഒരു കോമൺ പോയിന്റ്, അതായത് ഈ ബിന്ദുവിടെ കടന്നു പോകും. ഈ 4 സർക്കിൾസും കടന്നു പോകുന്നത് ഈ ബിന്ദുവിലൂടെയാണ്, ഈ ബിന്ദുവിലൂടെയാണ്. ഈ 4 സർക്കിൾസും കടന്നു പോകുന്നത് ഈ പൊതുവായ ബിന്ദുവിലൂടെയാണ് തെളിയിക്കണം. അത് നോക്കാം. ഈ എ ബി സി ഡി എന്ന ഈ റോംബസിന്റെ എ സി ജോയിൻ ചെയ്യാം. ഈ ഡയഗ്രാം ജോയിൻ ചെയ്തു, എ സി ജോയിൻ ചെയ്തു. അപ്പൊ എ സി ജോയിൻ ചെയ്താൽ ഇവിടെ എന്തായിട്ട് മാറി? ഇവിടെ എ ബി സി എന്ന ഒരു ട്രയാംഗിളും എ ഡി സി എന്ന മറ്റൊരു ട്രയാംഗിളായിട്ട് മാറി അല്ലേ? എന്താണ് ഈ എ ബി സി എന്ന ട്രയാംഗിൾ പ്രത്യേകത? എന്താണ്? ഈ എ ബിയും ബി സിയും ഈക്വൽ ആണ്. കാര്യം എന്താ? ഇതൊരു റോംബസ് ആണ്, ഇതൊരു സമഭുജ സാമാന്തരികമാണ്. അപ്പൊ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ എ ബിയും ബി സിയും തുല്യമാണ്. അപ്പം ഈ ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണമാണ് അല്ലെ? അതുപോലെ ട്രയാംഗിൾ എ ഡി സിയോ? ട്രയാംഗിൾ എ ഡി സിയുടെയും എ ഡിയും ഡി സിയും തുല്യമാണ്. ഈ ട്രയാംഗിൾ എ ഡി സിയും ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പം ട്രയാംഗിൾ എ ബി സി ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അതുപോലെ ട്രയാംഗിൾ എ ഡി സിയും ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഐസോസെലസ് ട്രയാംഗിളിന്റെ എന്താണ് തുല്യ വശങ്ങൾ ഡയമീറ്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന സർക്കിൾസ് അതിന്റെ മൂന്നാമത്തെ വശത്തിന് മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന കഴിഞ്ഞ കണക്കിലാണ് പഠിച്ചു. അതുപോലെ ഇവിടെയും എ ഡി സിയും ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഈ ഐസോസെലസ് ട്രയാംഗിളിലെയും തുല്യവശങ്ങൾ എന്താണ് ഡയമീറ്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഒരു പൊതുബിന്ദുവിലൂടെ കടന്നു പോകും, ഒരു കോൺ ബിന്ദുവിലൂടെ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ ഈ 4 സർക്കിൾസും കടന്നു പോകുന്നത് ഈ പൊതുബിന്ദുവിലൂടെ കടന്നു പോകുന്നത്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ ഇതിനെ എങ്ങനെ സ്റ്റെപ്പ് എഴുതാം നമുക്ക്? അപ്പം എ ബി സി ഡി ഈസ് എ റോംബസ് എഴുതിക്കോളൂ. എ ബി സി ഡി ഈസ് എ റോംബസ്. ജോയിൻ എ സി. Now, triangle ABC and triangle ADC are isosceles triangles. Now, triangle ABC and triangle ADC are isosceles triangles. Angle AEB സമം angle AEB സമം angle CEB സമം എത്ര ഡിഗ്രിയാണ്? ആംഗിൾ AEBയും ആംഗിൾ CEB ഈ ആംഗിളും ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ആംഗിൾ AEB സമം ആംഗിൾ CEB സമം എത്ര ഡിഗ്രി? 90 ഡിഗ്രി. എന്തുകൊണ്ടാണ് ആംഗിൾ AEBയും ആംഗിൾ CEBയും 90 ഡിഗ്രി? എന്തുകൊണ്ടാണ് നോക്കാം. ഈ AEB എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളിലെ ആംഗിളാണ്. ഒരു അർദ്ധവൃത്തത്തിലെ കോണാണ് AEB. ഈ അർദ്ധവൃത്തത്തിലെ ബിന്ദുവാണ് E എന്ന് പറയുന്നത്. അപ്പം AEB എന്ന് പറയുന്നത് ഒരു അർദ്ധവൃത്തത്തിലെ കോണാണ്. ആ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്ന് കഴിഞ്ഞ കണക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ AEB എന്ന് പറയുന്നത് ഒരു മട്ടകോണാണ്. അതുപോലെ CEBയും എന്താണ്? ഒരു അർദ്ധവൃത്തത്തിലെ കോണാണ്. അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം മട്ടകോണുകളാണ്. Therefore, circles with the diameter AB and BC passes through E. Similarly,
ട്രയാങ്കിൾ ADC ഇസ് an isosceles ട്രയാങ്കിൾ. നേരത്തെ പറഞ്ഞ പോലെ ഈ ആംഗിളും 90 ഡിഗ്രി അല്ലേ, നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇനി പറയണമെന്നില്ല. അപ്പം ADC is an isosceles triangle. Therefore, the circles drawn with AD and DC passes through the point E. അപ്പം ADയും DCയും എന്താണ് ഡയമീറ്റർ ആയിക്കൊണ്ട് വരിക്കുന്ന ഈ രണ്ട് സർക്കിൾസും കടന്നു പോകുന്നത് ഈ എന്ന ബിന്ദുവിലൂടെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ AB, BC, CD, AD ഈ 4 സർക്കിൾസും കടന്നു പോകുന്നത് എന്താണ് ഈ കോമൺ പോയിന്റ് ഈ പൊതു ബിന്ദു ഇയിലൂടെയാണ് അല്ലേ. നമുക്ക് എങ്ങനെ ലാസ്റ്റ് എങ്ങനെ എഴുതാൻ പറ. Therefore, the circles with the diameters AB, BC, CD and AD passes through the common point E. ആ ക്വസ്റ്റിന് ബി പാർട്ട് ഇതാണ്. Prove that this is true for any quadrilateral with adjacent sides equal as in the picture. അതായത് ഇതുപോലെ എന്താണ് അഡ്ജസന്റ് സൈഡ്സ് തുല്യമായിട്ടുള്ള, അതായത് സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലിലും എന്താണ് ഇത് ശരിയാണ് തെളിയിക്കുക. അതായത് ഇതൊരു എന്താണ് ഒരു കൈറ്റ് ആണ് അല്ലേ. അപ്പൊ ഇതാണ് സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്ററലിലും ഇത് വ്യാസമായി കൊണ്ട് കൊടുത്താൽ ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചിരിക്കുന്നു, ഈ വശം ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചിരിക്കുന്നു, ഈ വശം ഡയമീറ്റർ ആയിക്കൊണ്ട് ഇവിടെ വരച്ചു, അതുപോലെ ഈ വശം ഡയമീറ്റർ ആയിക്കൊണ്ട് ഇപ്പൊ 4 സർക്കിൾ വരച്ചിരിക്കുന്നു. അപ്പൊ ഈ 4 സർക്കിളും കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിലാണ് അല്ലെ. PQRS എന്ന് പറയുന്നത് ഒരു കൈറ്റാണ്, അതായത് സമീപവശങ്ങൾ തുല്യമായ ഒരു ക്വാഡ്രിലാറ്ററൽ. PSഉം PQവും തുല്യം, അതുപോലെ QRഉം RSഉം തുല്യം. അപ്പൊ സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ നമ്മുടെ SQ ജോയിൻ ചെയ്തു. ഇപ്പൊ നമുക്ക് SQ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ PQS എന്നൊരു ട്രയാങ്കിളും കിട്ടി, ഈ QRS എന്ന മറ്റൊരു ട്രയാങ്കിളും കിട്ടി. എന്താ പ്രത്യേകത? ഈ PQS എന്ന ട്രയാങ്കിളുടെ പ്രത്യേകത എന്താ? PQS എന്ന് പറയുന്നത് ഒരു ഐസോസ് ട്രയാങ്കിൾ. കാര്യം എന്താ? സമീപവശങ്ങൾ തുല്യം എന്ന് പറഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം PQവും PSഉം തുല്യമാണ്. അതുകൊണ്ട് ഈ PQS എന്ന് പറയുന്നത് ഒരു ഐസോസ് ട്രയാങ്കിൾ ആണ്. അതുപോലെ QRS എന്ന് പറയുന്നതും ഒരു ഐസോസ് ട്രയാങ്കിൾ. കാര്യം എന്താ? SRഉം QRഉം തുല്യമെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, സമീപവശങ്ങൾ തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ QRS എന്ന് പറയുന്നത് ഒരു ഐസോസ് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ ഈ ആംഗിൾ PMS എത്ര ഡിഗ്രിയാണ്? ആംഗിൾ PMS എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ആംഗിൾ PMS 90 ഡിഗ്രി ആണ്. കാരണം ഇതൊരു സെമി സർക്കിളാണ്, സെമി സർക്കിളിലെ ബിന്ദുവാണ് M എന്ന് പറയുന്നത്. അപ്പം ഈ ആംഗിൾ PMS എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ PMQ എത്ര ഡിഗ്രിയാണ്? PMQ അതും 90 ഡിഗ്രിയാണ്. കാരണം ഇതൊരു സെമി സർക്കിളാണ്, സെമി സർക്കിൾ ആംഗിൾ ആണിത്, സെമി സർക്കിൾ ആംഗിൾ ആണ് PMS എന്ന് പറയുന്നത്. ഈ ബിന്ദു സെമി സർക്കിളിലെ ബിന്ദുവാണ്. അപ്പം ആംഗിൾ PMSഉം 90 ഡിഗ്രിയാണ്. ആംഗിൾ PMQവും 90 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ PMSഉം 90 ഡിഗ്രിയാണ്, ആംഗിൾ PMQവും 90 ഡിഗ്രിയാണ്. PSഉം PQവും ഡയമീറ്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഈ 2 സർക്കിൾസും കടന്നു പോകുന്നത് M എന്ന ബിന്ദുവിലൂടെയാണ്. അതുപോലെ ഇവിടെ ഈ QRS എന്ന ട്രയാങ്കിൾ ഐസോസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പം ഈ SMR എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അതിന് പറയേണ്ട കാര്യമില്ല. SMR എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, QMR എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. Therefore എന്താണ് ഈ ഐസോസ് ട്രയാങ്കിളിന്റെ ഈ QRS എന്ന ഐസോസ് ട്രയാങ്കിളിന്റെ SRഉം QRഉം ഡയമീറ്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഈ സർക്കിൾസും കടന്നു പോകുന്നത് M എന്ന ബിന്ദുവിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം PS സർക്കിൾസ് ഡൺ വിത്ത് ഡയമീറ്റർ PS, PQ, QR and RS passes through the same point M. എന്ത് പറയാം? അതുകൊണ്ട് ഈ PSഉം PQവും QRഉം RSഉം ഡയഗണൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ 4 സർക്കിൾസും കടന്നു പോകുന്നത് പൊതുവായ ബിന്ദു M എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നത്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ 44-ാം പേജിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: A triangle is drawn by joining a point on a semicircle to the end of the diameter. A triangle is drawn by joining a point on a semicircle to the end of the diameter. അതായത് ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും അതിന്റെ വ്യാസത്തിന്റെ 2 അറ്റങ്ങളും ചേർത്തിട്ട് ഒരു ത്രികോണം വരച്ചിരിക്കുകയാണ്. അപ്പൊ ABC എന്ന ത്രികോണം ഒരു സെമി സർക്കിളാണ്. ആ സെമി സർക്കിൾ ഒരു ബിന്ദുവാണ് C. അപ്പൊ ഈ സിയിൽ നിന്ന് ഈ ഡയമീറ്റർ 2 അറ്റങ്ങൾ, അത് എയിലും ബിയിലും ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ ABC വരച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ABCയുടെ പ്രത്യേകത അറിയാം. എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിൾ ACB എത്രയാണ്? 90 ഡിഗ്രിയാണെന്ന് അറിയാം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്.
തുടർന്ന് ഈ ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളും വ്യാസമായി, ഈ വശവും വ്യാസമായിട്ട് രണ്ട് അർദ്ധവൃത്തം വരച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വശം വ്യാസമായ ഒരു അർദ്ധവൃത്തവും ഈ വശം വ്യാസമായിട്ട് മറ്റൊരു അർദ്ധവൃത്തം വരച്ചിരിക്കുകയാണ്. നമുക്ക് തെളിയിക്കേണ്ടതാണ് ഈ ചിത്രത്തിലെ ഈ ചന്ദ്രകല ഈ ഭാഗത്തിന്റെയും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഭാഗത്തിന്റെയും ഏരിയ കൂട്ടിയാൽ ഈ ട്രയാംഗിളിന്റെ ഏരിയക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. അതായത് നമുക്ക് ആദ്യം ഈ 3 സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് AB ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ വലിയ സെമി സർക്കിള്, അതുപോലെ AC ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിൾ, BC ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിൾ. ഈ 3 സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഒരു സർക്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ നോക്കുക. എന്താണ് സർക്കിൾ ഏരിയ ആണ് ഇക്വേഷൻ? πr². അപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ എന്താണ്? ½ πr², അല്ലേ? നമുക്ക് ആദ്യം AB ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ABS ഡയമീറ്റർ സമം എന്താണ്? ഒരു സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πr². അപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ½ πr². അപ്പം ½ ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ r എത്രയാണ്? ഇവിടെ ഡയമീറ്റർ AB ആണ്. ഡയമീറ്റർ AB ആണ്. അപ്പൊ റേഡിയസ് എന്തോരം? AB പകുതി. അപ്പം ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് AB പകുതിയാണ്. അപ്പം ½ ഇൻറ്റു പൈ ഇൻറ്റു AB/2 ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ AB ആണ്. അപ്പൊ AB പകുതി, AB/2 ആണ് ഇതിന്റെ റേഡിയസ്. അപ്പം ½ πr², റേഡിയസ് AB/2, AB/2 ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിനൊന്ന് മറ്റൊരു സമം ½ ഇൻറ്റു പൈ ഇൻറ്റു AB² ബൈ 2² 4. അപ്പം ½ ഇൻറ്റു പൈ ഇൻറ്റു AB²/4, ½ ഇൻറ്റു പൈ ഇൻറ്റു AB²/4 സമം. ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 1/4 2 8 അല്ലേ? 1/8 പൈ ഇൻറ്റു AB² ഇങ്ങനെ എഴുതാം. സമം 1/4 8 1/8 പൈ ഇൻറ്റു AB². അടുത്ത ഏരിയ ഓഫ് ദ സെമി സർക്കിൾ. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ACS ഡയമീറ്റർ. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ACS ഡയമീറ്റർ. അതായത് AC വ്യാസമായി വരച്ചിരിക്കുന്ന ഈ അർദ്ധവൃത്തത്തിന്റെ എന്താണ് ഏരിയ? ½ ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ഡയമീറ്റർ AC ആണ്. അപ്പൊ റേഡിയസ് എന്തോരും? AC/2. അപ്പം ½ ഇൻറ്റു പൈ ഇൻറ്റു AC/2 ഹോൾ സ്ക്വയർ. AC/2 ഹോൾ സ്ക്വയർ സമം മറ്റെഴുതാം ½ ഇൻറ്റു പൈ ഇൻറ്റു AC² ബൈ AC² AC² 2² 4 AC²/4 AC²/4 സമം എന്തോരും? 1/4 8 1/8 ഇൻറ്റു പൈ ഇൻറ്റു 1/8 പൈ ഇൻറ്റു AC² സമം 1/4 പൈ ഇൻറ്റു AC². ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തത്. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് BCS ഡയമീറ്റർ. BC ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? സമം ½ ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ഡയമീറ്റർ തോന്നുന്നത് BC ആണ്. അപ്പം റേഡിയസ് തോന്നുന്നത് BC/2 അല്ലേ? ½ ഇൻറ്റു പൈ ഇൻറ്റു BC/2 ദ ഹോൾ സ്ക്വയർ സമം ½ ഇൻറ്റു പൈ ഇൻറ്റു BC²/4 സമം 1/4 8 1/8 പൈ ഇൻറ്റു BC². ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 കൂടെ കൂട്ടാൻ വേണം. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 കൂടെ കൂട്ടുന്നു. അതായത് 1/8 പൈ ഇൻറ്റു AC² പ്ലസ് 1/8 പൈ ഇൻറ്റു AC² പ്ലസ് അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ 1/8 പൈ ഇൻറ്റു BC² സമം. അപ്പൊ 1/8 പൈ ഇൻറ്റു AC² പ്ലസ് 1/8 പൈ ഇൻറ്റു BC². ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ടൊന്നുണ്ട്? 1/8 പൈ ഉണ്ട് അല്ലേ? അപ്പം 1/8 പൈ നമുക്ക് ഇനി വെളിയെടുക്കാം. 1/8 പൈ വെളിയെടുത്താൽ ബാക്കി എന്തോരം പറ? 1/8 പൈ അല്ലെങ്കിൽ π/8 ഇനി വെളിയെടുത്താൽ ബാക്കി എന്തുണ്ട്? AC² പ്ലസ് BC².
AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ സമം 1/8 പൈ ഇൻറ്റു ഈ AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ ഈക്വൽ ആണല്ലോ. അപ്പൊ AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ സമം AB സ്ക്വയർ തുല്യമല്ലേ? അപ്പൊ AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ സമം എന്തെഴുതാം നമുക്ക്? AB സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? സമം AB. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ AB ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ വലിയ സെമി സർക്കിൾ അല്ലെ, AB ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ വലിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ ഇൻറ്റു AB സ്ക്വയർ ആണ്. 1/8 പൈ ഇൻറ്റു AB സ്ക്വയർ ആണ്. ഈ ചെറിയ സെമി സർക്കിളിന്റെ ഏരിയ 1/8 പൈ ഇൻറ്റു AC സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ 1/8 പൈ ഇൻറ്റു BC സ്ക്വയർ ആണ്. അപ്പൊ ഈ രണ്ട് ചെറിയ സെമി സർക്കിൾ അല്ലെ, ഈ രണ്ട് ചെറിയ വശങ്ങൾ ഡയമീറ്റർ ആയിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഈ രണ്ട് സെമി സർക്കിളിനും കൂടെ ഏരിയ ആണ് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് 2, 3 അല്ലെ? ഈ 2, 3 രണ്ടാമത്തിന്റെ ഏരിയ, മൂന്നാമത്തിന്റെ ഏരിയ അല്ലെ? അപ്പൊ ഈ സെമി സർക്കിളിന്റെ ഏരിയയും ഈ സെമി സർക്കിളിന്റെ ഏരിയയും കൂടെ കൂട്ടിയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതെത്ര? 1/8 പൈ ഇൻറ്റു AB സ്ക്വയർ. അപ്പം ഇതിന്റെ ഏരിയയും 1/8 പൈ ഇൻറ്റു AB സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയയും കൂടെ ഈ ചെറിയ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ കൂട്ടുമ്പം കിട്ടുന്ന അതും 1/8 പൈ ഇൻറ്റു AB സ്ക്വയർ ആണ്. അതായത് AB വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് AC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയയും BC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയയും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. ഞാനിവിടെ ഓരോ ഭാഗങ്ങൾക്കും ഒരു നമ്പർ കൊടുക്കാം. ഇതിന് നമ്പറല്ല, ഒരു അക്ഷരം കൊടുക്കാം. ഇതിന് P എന്നും, ഇതിന് Q, ഇത് R, ഇത് S ഉം, ഇത് T ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഇത് P, Q, R, S, T. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് AB വ്യാസമായ ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ. AB വ്യാസമായ ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? P പ്ലസ് Q പ്ലസ് R ആണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് P പ്ലസ് Q പ്ലസ് R ആണ്. അപ്പം ഈ വലിയ AB വ്യാസമായ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ കൂട്ടുന്നതിന് തുല്യമല്ലേ? അപ്പം P പ്ലസ് Q പ്ലസ് R സമം Q പ്ലസ് S. ഈ ചെറിയ സെമി സർക്കിളിന്റെ ഏരിയ Q പ്ലസ് S. ഈ സെമി സർക്കിളിന്റെ ഏരിയ R പ്ലസ് T. അപ്പം വലിയ സെമി സർക്കിളിന്റെ ഏരിയ P പ്ലസ് Q പ്ലസ് R. ഈ ചെറിയ സെമി സർക്കിളിന്റെ ഏരിയ Q പ്ലസ് S. ഈ സെമി സർക്കിളിന്റെ ഏരിയ R പ്ലസ് T. അപ്പൊ ഇത് രണ്ടും കൂടെ ചെറിയ സെമി സർക്കിളിന്റെ ഏരിയ കൂട്ടുന്നതും ഇത് രണ്ടും കൂടും തുല്യമല്ലേ? വലിയ സെമി സർക്കിളിന്റെ ഏരിയ തുല്യമാണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഈ സമത്തിന് അപ്പുറം തുല്യമായിട്ടുള്ളത് വെട്ടിക്കളയാലോ അല്ലേ? Qവും Qവും വെട്ടിക്കളയാം, Rഉം വെട്ടിക്കളയാം. ബാക്കി എന്തൊരു ഇവിടെ? P. Therefore P സമം എന്താണ്? S പ്ലസ് T. Therefore Qവും വെട്ടിക്കളഞ്ഞു, Rഉം വെട്ടിക്കളഞ്ഞു, ബാക്കിയുള്ളത് P സമം S പ്ലസ് T. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യം. അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ കൂട്ടുന്നത്, ഈ രണ്ട് ഭാഗത്തിന്റെ ഏരിയ കൂട്ടുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യം എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഇത് S, ഇത് T. S പ്ലസ് T എന്ന് പറയുന്നത് Pക്ക് തുല്യമാണ് തെളിയിക്കുക. അതായത് P സമം S പ്ലസ് T.